സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സ്പൈസി ബനാന ചിപ്സ് ഉണ്ടാക്കാം. അതിന് എന്താണ് വേണ്ടത് എന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ ബനാന ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഈ നേന്ത്രപ്പഴത്തിൻ്റെ രണ്ട് ഭാഗവും മുറിച്ച് കളയാം. അതിനുശേഷം തോല് പൊളിച്ചെടുക്കാം. സൂക്ഷിച്ച് ചെയ്യണം, അല്ലെങ്കിൽ കയ്യിൽ കത്തി തട്ടിപ്പോകും. ഇങ്ങനെ ചുറ്റുപാടിൽ നിന്നും തോല് പൊളിച്ചെടുക്കാം. നേന്ത്രപ്പഴത്തിൻ്റെ തൊലി കളയേണ്ട ആവശ്യമില്ല. ഇത് തോരൻ ഉണ്ടാക്കാം. തൊലി പൊളിച്ച ശേഷം ചുറ്റുപാടിൽ നിന്നും ഒന്ന് ഉരച്ച് കളയാം. അതിനുശേഷം മഞ്ഞൾ വെള്ളത്തിലിട്ട് എടുത്ത് ഇതുപോലെ കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്ത ശേഷം നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കാം. വറുത്തെടുക്കുമ്പോൾ ഒഴിച്ചു കൊടുക്കാൻ നമുക്ക് മഞ്ഞൾ കലക്കിയെടുക്കാം. 1 ടീസ്പൂൺ ഉപ്പിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് 1/2 കപ്പ് വെള്ളവും ഒഴിച്ച് ഇളക്കിയെടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും നല്ലതുപോലെ ചേരേണ്ട രീതിയിൽ ഇളക്കിയെടുക്കാം. ഇനി ചീനച്ചട്ടി വെച്ച് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലതുപോലെ ചൂടായാൽ നമുക്ക് നേന്ത്രപ്പഴം മുറിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ കായ മുറിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പറ്റിപ്പിടിച്ചു പോകും. ഇത് നല്ലതുപോലെ ആയി വരുമ്പോൾ എണ്ണയുടെ തിളയ്ക്കുന്ന രീതി മാറി വരും.
ഇനി ഇതിലേക്ക് മഞ്ഞളും ഉപ്പും കലക്കിയത് ഒഴിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂണാണ് ഞാൻ ഒഴിച്ചത്. അതിൻ്റെ എണ്ണ തിളയ്ക്കുന്ന രീതി മാറി വന്നാൽ നമുക്ക് ഒന്നുകൂടി ഇളക്കി കോരിയെടുക്കാം. ഇത് റെഡിയായി. ഇങ്ങനെ കട്ട് ചെയ്ത നേന്ത്രപ്പഴം മുഴുവനും ഫ്രൈ ചെയ്തെടുക്കാം. ചീനച്ചട്ടി വെച്ച് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോൾ പകുതി സവാള മുറിച്ചത്, 2 പച്ചമുളക് മുറിച്ചത് ഇവ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ മൂത്ത് വന്നാൽ 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഇട്ട് ഇളക്കിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച ചിപ്സ് ഇട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇത് റെഡിയായി. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.